So guys, welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. ഇന്ന് എനിക്കൊരു കുക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാൻ എണീക്കാൻ ഭയങ്കര ലേറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു മലയാളീനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ എനിക്ക് വേണ്ടി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷൻ എത്തി. ഞാൻ ആളെ വിളിച്ച് ചെയ്യട്ടെ. ഇന്നൊരു കുക്കിംഗ് ക്ലാസ്സിൽ പോകട്ടെ. ഓക്കെ ബൈ. ഹായ് പറ. ധൃതിയിലോട്ടാണ് അപ്പോഴും ഞാൻ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണുന്നു. എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല. അപ്പം ഇത് റിയ നാട്ടിൽ എവിടെയായിരുന്നു? കോട്ടയം പാല. ആഴൊന്നും റിയ ഉള്ളത്. പക്ഷെ ഭാഗ്യം എനിക്ക് കറക്റ്റ് സമയത്ത് മെസ്സേജ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ ഫുൾ പ്ലാൻസും കൊള്ളായേനെ. അപ്പോൾ ഞങ്ങൾ ഓടുന്ന് അടുത്തിട്ട് ഗൈസ്, നമ്മുടെ മെട്രോ വന്നു. നല്ല തിരക്കുണ്ട്. മെട്രോയിൽ കയറിയിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് ഓടണം റെയിൽവേ സ്റ്റേഷനിൽ. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോകണം. ആ കുട്ടി ഇല്ലെങ്കിൽ ഞാനൊരു ഇറ്റാലിയൻ ചെറുക്കനെ കണ്ടു. അവന്റെ പേര് ഫ്രാൻസിസ്ക. അവരെനിക്ക് പറഞ്ഞു തന്നു ലൈക്ക് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം 1-ലെത്തി റിയനെ വിളിച്ച് പറയട്ടെ. ട്രെയിൻ ഇതാണോ എന്ന് ഞാൻ കൺഫേം ചെയ്തപ്പോൾ ആണ് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ സ്റ്റേഷൻ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് പോകേണ്ട സ്റ്റേഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ കയറിയ സ്ഥലം കറക്റ്റ് ആണോ എന്ന് അറിയില്ല. എൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്, പക്ഷെ ഞാൻ കയറിയത് സെക്കൻഡ് ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല. നല്ല ട്രെയിൻ, സൂപ്പർ. കുക്കിംഗ് ക്ലാസ്സിലേക്ക് പോകാം. ഇനി എത്താൻ പോകുന്നത് നമ്മുടെ സ്റ്റോപ്പാണ്. ലൈക്ക് ഇനി എത്താൻ പോകുന്നല്ലേ ഇത്. എത്തി ഇതാ ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞു. എത്തി. എല്ലാവരും നടക്കുന്നത് കൂടെ ഞാനും നടക്കുന്നുണ്ട്. ഇന്ന് ധൃതി ആയതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി മറന്നു. പിന്നെ എനിക്കൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയും കുക്കിംഗ് ക്ലാസ്സിലാണ്. സോ അത് ഇൻഡോർ ആണല്ലോ, അവിടെ തണുപ്പില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ റിട്ടേൺ വരുമ്പോൾ ഉച്ചയാവും. ഉച്ചക്ക് ഇവിടെ അത്യാവശ്യം സൂര്യനൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിനി സ്റ്റെപ്പ് കയറി എക്സിറ്റിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ കുക്കിംഗ് ക്ലാസ്സിൻ്റെ ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ഗൈസ്, ഫൈനലി ഞാൻ ആളെ കണ്ടു. ഇവരൊക്കെ പാസ്ത ഉണ്ടാക്കാൻ വന്നാണ് ഗൈസ്. കുറേ ആൾക്കാരുണ്ട്. യെസ്, ഞാൻ ആൾക്ക് നേരത്തെ ചോദിച്ചു. ആക്ച്വലി എൻ്റെ പേര് തേജ എന്നാണല്ലോ, പക്ഷെ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തത് താനിയാണ്. അതെന്ന് വെച്ചാൽ ട്രിപ്പ് ഹണ്ടല്ല താനിയൻ്റെ പേരിലാണ് എന്നെ വിളിക്കുന്നത്. സോ ഞാനാണ് ഇപ്പോൾ താനിയ. കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളെല്ലാവരും കൂടി പോവുക. ഇറ്റാലിയൻ ഫുഡ്സ് ഉണ്ടാക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാറില്ല, പക്ഷെ ഇറ്റാലിയൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ പോകാം. അവിടെ പോയ വ്ളോഗിങ് അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വ്ളോഗ് എടുക്കാൻ. ഞാനാണ് ടീം ലീഡർ. അപ്പോൾ ഗൈസ്, എൻ്റെ കുക്കിംഗ് ക്ലാസ്സിൽ എൻ്റെ കുക്കിംഗ് മേറ്റ്സ് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അടിപൊളിയാവുന്നു. ഞാൻ ഇപ്പോഴും ഇവരെ ആയിട്ട് നല്ല സംസാരിച്ചു. കുഴപ്പമില്ല, ഒരു സംസാരിക്കുന്ന വൈബാണ്. അപ്പോൾ എനിക്കൊന്ന് കുക്കിംഗ് ക്ലാസ് ബോറടിക്കും. കാരണം അവിടുത്തെ ഒരു ഗ്രാൻഡ്മൻ്റെ കൂടിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആ ഗ്രാൻഡ്മയും കുറച്ച് കൂളാണ്, ഇവരും കൂളാണ്. അപ്പോൾ മൊത്തത്തിൽ കൂളാണ്. സോ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നെങ്കിലും ഇവരെ സങ്കടപ്പെടുത്തരുത്. കാരണം നമ്മളിതൊക്കെ കാണുമ്പോൾ വാവ് പറഞ്ഞു. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കെൻ്റെ നാട്ടിൽ വന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. കറക്റ്റ് ഊട്ടി. ഇവിടുത്തെ ടൂർ
കാണിച്ചു മൊത്തത്തിൽ. ഇനി നമ്മൾ പോയാൽ നമുക്ക് ഫുഡ് തരുത്തര. അത് നമ്മൾ മൊത്തം കഴിച്ചാൽ മാത്രമേ നമ്മളെ കൊണ്ട് പാസ്ത ഉണ്ടാക്കാനും കേക്കാനും അവർ സമ്മതിക്കുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഇറ്റാലിയൻ ഫുഡ് ഇഷ്ടമില്ല. എനിക്ക് ഒരു ഫുഡും കുറേ ഞാൻ കഴിക്കത്തില്ല. അപ്പൊ ഇത് ഞാൻ കഴിച്ചില്ലെങ്കിൽ ലാസ്റ്റ് എന്റെ പൈസ പോകുമോ? ഞാൻ ഈ വർക്ക്ഷോപ്പ് ചെയ്യാൻ കൊടുത്തത്. അപ്പൊ അവിടെ ഗ്രാൻഡ് മാ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ. എന്തായാലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കാരണം എണീക്കാൻ വൈകി ഓട് വരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ പോയി വയറ് നിറയെ ഫുഡ് കഴിച്ച് പാസ്ത ഉണ്ടാക്കി അടിപൊളിയാക്കണം, നല്ല പീസ്ഫുൾ ആക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ എനിക്ക് വേറെ സൈഡ് ഒരു റൂം ആണ് ഇവിടെ കാണുന്നുണ്ട്. വേറെ സൈഡ് വിറ്റില്ല, കാരണം കുറച്ചുകൂടെ കുഞ്ഞി സ്ട്രീറ്റ്സും കുറെ കലവില ബിൽഡിങ്സും അങ്ങനെയൊക്കെ നല്ല രസമുണ്ട്. സോ ഇനി നമുക്ക് ഗ്രാൻഡ്മന്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. Drink? I don't know what is this actually. It's alcohol. Oh, then I don't want that. Juice. Okay, juice. Yeah, that's fine. I'm really sorry. I don't use to drink that. നല്ല രുചി. In Italian, she said, Super. and in English, നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ഫ്ലോറിൻ്റെ ഉള്ളിൽ മുട്ടേനെ പൊട്ടിച്ചിട്ട് മുട്ടേനെ മിക്സ് ചെയ്യാണ്. ഗൈസ്, ഇതിൻ്റെ ചുറ്റൊന്നും ഇങ്ങനെ കുറച്ച് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് ഇതും മുട്ടയും കൂടെ മിക്സ് ചെയ്യണം. മെല്ലെ 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 ചെയ്യണം. പക്ഷെ നല്ല ഫണ്ണായിട്ടുണ്ട്. And now it's time to get dirty. Okay. Wash your hands. Rub it. Oh. Stronger. Press the ball. ഞാൻ അവിടെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്തോടെ എൻ്റെ കൈയാകെ എത്ര ഉള്ളു, എന്നെ കൊണ്ട് പറ്റുമോ നോക്കുമ്പോൾ ഞാൻ സൂപ്പറായി ചെയ്തു. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല, കുറേ ഞാൻ പൊട്ടൊന്ന് പോയി ചെയ്തു. ഇതുപോലെ ചെയ്തു. ഇങ്ങനെയൊക്കെ ഞാൻ 1 2 3. ഗൈസ്, ആദ്യം നമ്മൾ ബോ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി. ഇനി രണ്ടാമത് നമ്മൾ വേറെ സാധനം ഉണ്ടാക്കാൻ പോകണം. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഉണ്ടാക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞിടും അതുപോലെ ചെയ്യണം. ഗൈസ്, ഞാനിവിടെ കുറച്ച് സ്പിനാച്ച് ഇട്ടപ്പോൾ ഗ്രാൻഡ്മ വന്ന് എൻ്റെ അടുത്ത് നീ മെലിഞ്ഞിരിക്കുന്നത് നിന്നെ സമ്മതിക്കില്ലാണ്ട് ഫുൾ സ്പിനാച്ച് ഇട്ടു.
ഇത് നമ്മൾ നേരത്തെ പുറത്ത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് സ്പിനാച്ചിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സ്പിനാച്ച് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുക്കണം. സോ ഗൈസ്, ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പോണ്ട അടുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കേവിലേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഇതാണ് കേവ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സീരീസ് ഓർമ്മ വരുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ കേവ്. ലൈക്ക് ഇതിൻ്റെ ഉള്ളിൽ മിസ്റ്ററി എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ആക്ച്വലി റിയൽ ആണ് തോന്നുന്നു. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, എന്തൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അതിനേക്കാൾ ചവലിടലാണ് ഗൈസ്. അങ്ങനെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി ഇതൊക്കെ കുക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളതാണ്. സോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ്മ കുക്ക് ചെയ്യാൻ പോകുന്നതാ. നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കുള്ള പ്ലേറ്റും സാധനമൊക്കെ സെർവ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം. കുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് കഴിക്കുമ്പോൾ കാണാം. ഗൈസ്, ഇതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനം. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ബട്ടർഫ്ലൈ ബോ പോലത്തെ സാധനം ചെയ്തില്ലേ, അതാണ് ഇത്. കഴിച്ചു നോക്കാം. ഇതിൻ്റെ മേലെ എന്താ? ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവരെന്നെ അതിൻ്റെ കഴിക്കാം. ഗൈസ്, ഇനി നമ്മൾ ക്വയർ സാധനത്തിൽ ഉണ്ടാക്കി അത് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും 4 കൊടുത്തു. ഞാൻ എനിക്ക് 1 മതി. ബിക്കോസ് എനിക്കത് കേൾക്കാൻ പറ്റും. എനിക്കറിയില്ല. അതിനോട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നോക്കാം. ഗൈസ്, വെള്ളം കുടിച്ച് ഇറക്കി. പക്ഷെ ആർക്കും അറിഞ്ഞില്ല. Let me eat that first, and if I need anything, I'll get it. ഗൈസ്, സോ ഫൈനലി നമുക്ക് പാസ്ത കിട്ടി. പാസ്ത ട്രൈ ചെയ്യാം. ഇത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ലൈക്ക് എല്ലാം നല്ലതാണ്, പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് പറ്റുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇതുകൊള്ളാം. നമ്മൾ നൂഡിൽസ് പോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞു. Thank you. ഞാൻ ഇറ്റാലിയൻ കഷ്ടപ്പെട്ട് പഠിച്ചു. കുക്കിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് പോകണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേണ്ടി റിയ ബുക്ക് ചെയ്ത ട്രെയിൻ 4:30-ക്കാണ്. കാരണം ഇവിടെ 3 മണിക്ക് തീരുമെന്നാണ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവിടെ 2 മണിയാകുമ്പോഴത്തേനും ക്ലാസ് കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചെറുതായി ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഇതൊരു മലയും കുന്നുള്ളൊരു ഗ്രാമമാണ്. ഇവിടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്താൽ അവിടെ എനിക്ക് അറിയില്ല അവിടെ എന്തോ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം റിയോടും കൂടെ ചോദിച്ചിട്ട് കാര്യം നോക്കാം. പക്ഷേ എൻ്റെ ന്യൂ ക്യാമറ ഭയങ്കര നല്ല ക്യാമറയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറും വ്ളോഗ് എടുക്കാൻ പെർഫെക്റ്റ്. ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചോളൂ ഗൈസ്. അപ്പോൾ ട്രെയിന് വന്നു. എൻ്റെ സ്റ്റോപ്പ് റോമ ടിബൂർട്ടി എന്നാണ്. സോ ഗൈസ്, ഞാൻ ട്രെയിനിൽ കയറി. 4:30-ക്കാണ് ബുക്ക് ചെയ്തെങ്കിലും ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് ഏത് ട്രെയിനിലും കയറാം, ലൈക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ കയറി. ഇനി ഞാൻ ഇന്നലെ കുറച്ച് മിസ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റിയനെ മീറ്റ് ചെയ്യും. റിയായിട്ടൊരു കോഫി കുടിക്കും. പിന്നെ എനിക്കിന്ന് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട്. നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഡേ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് കുക്കിംഗ് നല്ല രസമുണ്ടായിരുന്നു. ഞാനെല്ലാം കൊളാക്കിയിട്ടായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മൂമ്മ വന്നിട്ട് എൻ്റെ പകുതി എനിക്ക് ചെയ്തതു. അപ്പോൾ ഗൈസ്, ഇനി നമ്മളവിടെ എത്തട്ടെ. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. Thank you.
അപ്പോൾ നമ്മുടെ റൂമിൽ കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞു. സോ അത്രയേ ഉള്ളൂ നമ്മുടെ കുക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോ. സോ എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് നല്ല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വെറൈറ്റി സാധനം ഇട്ട് കാണാം. ബൈ.